നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ടത് 1/2 ഏക്കർ സ്ഥലം, 1 ലക്ഷത്തോളം മാസം സമ്പാദിക്കാം. മലയാളികൾ ആരും ശ്രദ്ധിക്കാതെ പോയ കൃഷി. പറമ്പുകളെല്ലാം വെട്ടിത്തെളിക്കുമ്പോൾ മുളങ്കൂട്ടത്തെ വെറുതെ വിടുക. മുളയ്ക്ക് വിപണന സാധ്യത കൂടുകയാണ്. കുറച്ച് വിശാലമായ പറമ്പുണ്ടെങ്കിൽ മുള വളർത്തി ലാഭമുണ്ടാക്കാം. മുളയെ ആസ്പദമാക്കിയുള്ള ദേശീയ സമ്മേളനത്തിനിടെ കേരള വനം ഗവേഷണ കേന്ദ്രവും ഒഡീഷ്യ ബാംബു വികസന ഏജൻസിയുമായി ധാരണാപത്രം കൈമാറിയതോടെ മുള ഉൽപ്പാദനത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് സാധ്യത ഏറുകയാണ്. നട്ടുകഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ട, പരിപാലന ചെലവും തുച്ഛം, കീടബാധയില്ല. അങ്ങനെ നിരവധി സവിശേഷതകൾ മുളയ്ക്കുണ്ട്. മുള വളർത്തിയാൽ പണമുണ്ടാക്കാമെന്നു മാത്രമല്ല, പരിസ്ഥിതിക്കും ഗുണകരമാണ്. ശാസ്ത്രീയ അറിവുകൾ പരസ്പരം പങ്കിടാനാണ് ദീർഘകാല ധാരണാപത്രം. മുള ഉൽപ്പാദനത്തിൽ ഏറെ മുന്നിലുള്ള ഒഡീഷയിലെ സാധ്യതകളും KFRIയുടെ ഗവേഷണ സാങ്കേതിക വൈദഗ്ധ്യവും ഇക്കാര്യത്തിൽ തുണയാകും. മുള സംസ്കരണം, കരകൗശല ഫർണിച്ചർ ഉൽപ്പാദനം, ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന, ആധുനിക സംസ്കരണ രീതികൾ എന്നിവയിൽ പരിശീലനം നൽകി വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഒഡീഷയുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഉയർന്ന ഇനങ്ങൾക്കായുള്ള നഴ്സറി രീതികൾ, സൂക്ഷ്മ ഉൽപ്പാദന രീതികൾ എന്നിവയിലെ അറിവ് പങ്കിടാനാകും. കരകൗശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങൾ, ഗോത്ര സമൂഹങ്ങൾ, സാങ്കേതിക ജീവനക്കാർ എന്നിവർക്കായി പരിശീലന പരിപാടികൾ നടക്കും. ഒഡീഷയിലെ പരിസ്ഥിതി മന്ത്രി ഗണേഷ് റാം ഷിൻകുത്തിയുടെ സാന്നിധ്യത്തിൽ KFRI ഡയറക്ടറും ഒഡീഷ്യ ബാംബു വികസന ഏജൻസി മിഷൻ ഡയറക്ടറും ഈയിടെ ധാരണാപത്രം കൈമാറിയത്. 1/2 ഏക്കറിൽ ലക്ഷം വരുമാനം. 1/2 ഏക്കറിൽ 100-ലേറെ മുളകൾ നടാം. തൃശൂർ പീച്ചിയിലുള്ള KFRIയിൽ നിന്നും മുളകൾ ലഭിക്കും. 3 വർഷത്തിന് ശേഷം വിളവെടുക്കാം. ഒരു മുളയ്ക്ക് കുറഞ്ഞത് 100 രൂപ ലഭിക്കും. ലക്ഷത്തോളം വരുമാനവും കിട്ടും. ഒന്നിൽ നിന്ന് പൊട്ടിമുളച്ച് 10-ലേറെ മുളകളുണ്ടാകും. വേഗത്തിൽ വളരും. 50 വർഷം വരെയും വിളവെടുക്കാവുന്ന ഇനങ്ങളുമുണ്ട്. പേപ്പർ പൾപ്പിനും അലങ്കാരത്തിനും ഫർണിച്ചറിനും ഡിമാൻഡ് കൂടിയിട്ടുമുണ്ട്. കരാറുകാർ വഴി വിൽക്കാം. അഗർബത്തി നിർമ്മാണത്തിനും മുള ഉപയോഗിക്കുന്നുണ്ടെന്ന് KFRI പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് പറയുന്നു. ലാത്തിമുള, ആസ്പർ, ബിലാത്തിമുള, സ്റ്റോക്സി ടൂൾഡ, ആനമുള തുടങ്ങിയവ കേരളത്തിന് അനുയോജ്യമാണ്. വായുവിൻ്റെ കൂട്ടുകാരൻ, മണ്ണിൻ്റെയും. മുളകൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടുമെന്നാണ് പറയുന്നത്. മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് മണ്ണിടിച്ചിലും പ്രളയവുമെല്ലാം ഒരു പരിധിവരെയും തടയും. ഉരുൾപൊട്ടൽ സാധ്യത കുറയ്ക്കാനും നദീതീരം ഇടിയുന്നത് തടയാനുമാകും. കരമാലിന്യങ്ങളും ഹാനികരമായ മൂലകങ്ങളുമുള്ള വെള്ളത്തെ ശുദ്ധീകരിക്കും. കേരളത്തിൽ സ്വാഭാവികമായുള്ള മുള്ളുമുളകൾ കാട്ടിനുള്ളിൽ നട്ടുപിടിപ്പിച്ചാൽ കാട്ടാന ശല്യം കുറയും. മുളകളുടെ കൂമ്പും അരിയും വന്യമൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഗുണകരം. ഒഡീഷയുമായുള്ള സാങ്കേതിക വിദ്യ കൈമാറുന്നതോടെ വ്യത്യസ്ത മുള ഇനങ്ങളുടെ ഗുണനിലവാരം, ഈട്, വിപണി, മത്സരക്ഷമത എന്നിവ മെച്ചപ്പെടുത്താനാകുമെന്നും KFRI ഡയറക്ടർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാവുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.